അങ്ങനെ നമ്മുടെ മിത്ര ആര്യനോട് ദേവിയെടുത്തിക്ക് വേണ്ടി സംസാരിക്കാൻ ആനന്ദിനോടൊന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ഏട്ടൻ്റെ മനസ്സ് ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഇത് ഞാൻ പറഞ്ഞു ചെന്നാൽ ഏട്ടൻ്റെ മനസ്സ് ഒരുപാട് വിഷമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ചെല്ലില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ പിറ്റേ ദിവസം കടയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദും പുറപ്പെട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട് ആനന്ദിനോട്, നീ എങ്ങോട്ടാ, നീ എന്താ ഫർണിച്ചർ കടയിലേക്ക് പോവാതെ നീ എവിടേക്കാണ് ചോദിക്കുന്നുണ്ട്. ഞാനും അച്ഛൻ്റെ കൂടെ വരിക, കാരണം ദേവി ഇല്ലാതെ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും അച്ഛൻ്റെ ഒപ്പം കടയിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി കടയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാമേട്ടൻ പറയുന്നുണ്ട്, ദേവി പോയ വേക്കൻസിയിലാണ് നമ്മുടെ ആനന്ദ് വന്ന് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എന്നാൽ പിന്നെ ദേവീനെ തന്നെ ആ വേക്കൻസിയിലേക്ക് കൊണ്ടുവന്നൂടെ, എന്നാൽ നിനക്ക് ഫർണിച്ചർ കടയിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആനന്ദാണെങ്കിൽ വല്ലാതെ വിഷമിച്ചിട്ടും ഞെട്ടിയിട്ടും നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും അപ്പുറത്ത് നമ്മുടെ അച്യുതൻ ധർമ്മന് വേണ്ടിയിട്ട് കടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടേക്ക് സുകന്യ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ബാലേട്ടൻ്റെ കട ഇല്ലാതാക്കുക എന്ന് മാത്രമാണ്, ഗോമതി സ്റ്റോർ ഇല്ലാതാക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറഞ്ഞു, ആ കറക്റ്റ്, അതിൽ മാത്രം ഉറച്ചു നിൽക്കുക, എന്തായാലും അവരുടെ നാശം നമ്മൾ കണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും മറ്റന്നാൾ രാവിലെ അവരൊരു ഞെട്ടലുണ്ടാവും ഈ കട ഉദ്ഘാടനം കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഞെട്ടൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നതെന്ന് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്. എന്തായാലും സുകന്യ അതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.